നിന്റെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്കറിയണ്ട. ഞങ്ങളുടെ തീരുമാനം ഇതാണ്. നീ അവളെ മറക്കണം. മറന്നേ പറ്റൂ. ഇനി അവളുടെ കൺവെട്ടത്ത് പോലും വരാത്തതുപോലെ എവിടേക്കാണെന്ന് വെച്ചാ ദൂരേക്ക് പോയിക്കോണം. അപർണയുടെ മൂത്ത സഹോദരൻ അഖിൽ ശിവജിത്തിനോട് പറഞ്ഞു. അഖിലിന്റെ കൂടെ അവളുടെ രണ്ടാമത്തെ സഹോദരൻ അമലുമുണ്ടായിരുന്നു. അവർ പറയുന്നതെല്ലാം കേട്ട് തിരിച്ചൊന്നും പറയാനില്ലാതെ ശിവജിത്ത് നിന്നു. കാരണം ഇനി എന്ത് പറയാനാണ്? എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഒരു വട്ടം കൂടി അവന് ചോദിക്കാതിരിക്കാൻ ആകുമായിരുന്നില്ല. തന്റെ പിന്നാലെ നടന്നിരുന്നൊരുവളുടെ മുഖം ഓർമ്മ വന്നതും ഒരു നിമിഷം ശിവജിത്ത് അവന്റെ കണ്ണുകൾ ഒന്ന് ഇറുക്കെ അടച്ചു പിടിച്ചു. പിന്നെ എന്തും വരട്ടെയെന്നു കരുതി അവൻ വീണ്ടും അവരോട് ചോദിച്ചു. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് തന്നൂടെ അവളെ? ശിവജിത്ത് ചോദിച്ചു തീരാൻ നേരമില്ലാതെ അഖിൽ അവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ആ ചവിട്ടിൽ ശിവജിത്ത് പുറകിലേക്ക് തെറിച്ചു വീണു. നിന്നോടല്ലേടാ പറയുന്നേ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? തന്തയും തള്ളയും ആരെന്ന് പോലും അറിയാത്ത നിന്നെപ്പോലൊരു അനാഥ ചെക്കന് ഞങ്ങളെ പെങ്ങളെ കെട്ടിച്ചു തരേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല. അവൾ മാത്രമല്ലേ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. തിരിച്ച് നീ അവളെ സ്നേഹിക്കുന്നത് അവൾക്കൊട്ടും അറിയുകയുമില്ല. അതുകൊണ്ട് പറയുകയാ, നീ ഞങ്ങളുടെ പെങ്ങളെ അങ്ങ് മറന്നേക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ അങ്ങ് മേലോട്ട് പറഞ്ഞയക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നല്ല കുട്ടിയായി പറഞ്ഞതങ്ങ് അനുസരിച്ചേക്ക്. അമലാണ് അത് പറഞ്ഞത്. അത് പറയുമ്പോൾ അമലാകെ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അവൻ അനുസരിക്കും അമലെ, അല്ലെങ്കിൽ അവനെക്കൊണ്ട് നമ്മൾ അനുസരിപ്പിക്കും. അതും പറഞ്ഞ് ശിവജിത്തിന്റെ ഷർട്ടിന്റെ കോളറിൽ ബലമായി പിടിച്ചിരുന്ന അമലിനെ പിടിച്ചു മാറ്റി. പിന്നെ ചുക്കിച്ചുളിഞ്ഞ ശിവജിത്തിന്റെ ഷർട്ടിന്റെ കോളർ ശരിയാക്കിക്കൊണ്ട് അഖിൽ അവനോട് പറഞ്ഞു. അല്ലേ മോനെ ശിവജിത്തെ, നീ അനുസരിക്കില്ലേ? അനുസരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് മേലോട്ട് പോകുന്നേ? വല്ലാത്തൊരു ഭാവത്തോടെ അഖിൽ ശിവജിത്തിനെ നോക്കിയത് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാതെ ശിവജിത്ത് അങ്ങനെ നിന്നു. മരിക്കാൻ അവന് പേടിയുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ എല്ലാവരുടെയും പരിഹാസവും പുച്ഛവും ഏറ്റുവാങ്ങി ആരുമില്ലാത്തവനെപ്പോലെ അനാഥനായി ജീവിച്ച അവന് മരണത്തെ പേടിയില്ലായിരുന്നു. അതിനേക്കാൾ ഉപരി ആരുമില്ലാത്ത അവനെ വർഷങ്ങളായി സ്നേഹിച്ചവൾക്ക് വേണ്ടി മരിക്കാനും അവൻ തയ്യാറായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന്റെ കണ്ണിൽ ഭയത്തിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് കണ്ട് അഖിലിന്റെ നെറ്റി ചുളിഞ്ഞു. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? അഖിൽ അതും ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ശിവജിത്തിനെ നോക്കി. അഖിൽ പറയുന്നത് കേട്ട് ശിവജിത്ത് അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കൊല്ലുമെന്നും ചാവുമെന്നും പറഞ്ഞ് നിങ്ങൾ ഇതാരെയാ പേടിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് തന്തയും തള്ളയും ആരാണെന്നറിയാത്ത അനാഥനാണ് ഞാനെന്ന്? ശരിയാ, തന്തയും തള്ളയും ആരാണെന്ന് അറിയാത്തവൻ തന്നെയാണ് ഈ ശിവജിത്ത്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തവൻ. ജനിച്ച അന്നു മുതൽ ഈ ശിവജിത്ത് ഒറ്റയ്ക്ക് തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ സ്നേഹിക്കാനും ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ആരുമില്ലാത്ത ഈ അനാഥ ചെക്കനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരേ ഒരാൾ നിങ്ങളുടെ അനിയത്തിയാണ്. അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു. എന്നെപ്പോലെ ഒരു അനാഥ ചെക്കന് അവളെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ പോലുമുള്ള യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ അവളെ സ്നേഹിക്കരുതെന്ന് കരുതിയിട്ടും എപ്പോഴോ ഞാനും അവളെ സ്നേഹിച്ചു പോയി. അവളുടെ സ്നേഹത്തിന് എപ്പോഴോ ഞാനും കൊതിച്ചുപോയി. എന്നിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും എൻ്റെ ഇഷ്ടം ഞാൻ ഇതുവരെയും അവളെ അറിയിച്ചിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കലും അവളെ നോക്കാൻ പോലുമുള്ള യോഗ്യതയില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്നെ കൊല്ലും, ജീവിക്കണമെങ്കിൽ അവളെ മറക്കണമെന്നെല്ലാം പറയുന്നുണ്ടല്ലോ. എന്നാൽ ഒന്ന് നിങ്ങൾ കേട്ടോ, മരിക്കാൻ എനിക്ക് പേടിയില്ല. അത് അവൾക്കു വേണ്ടിയാണെങ്കിൽ അത്രയും. പക്ഷേ വേണ്ട, അവൾക്കൊരു നല്ല ജീവിതമുണ്ട്. ആരുമില്ലാത്ത, പറയാൻ ഒരു നല്ല ജോലി പോലുമില്ലാത്ത എന്നെപ്പോലെ ഒരുത്തനെയല്ല അവൾ അർഹിക്കുന്നത്. നിങ്ങൾ നല്ല മനസ്സോടെയാണ് അവളെ തരുന്നതെങ്കിൽ ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ചേനെ. അതുകൊണ്ടാണ് അവളെ എനിക്ക് തരുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവളെ എനിക്ക് തന്നൂടെ? അവന് ഒരിക്കൽ കൂടി അങ്ങനെ ചോദിക്കാതിരിക്കാൻ ആകുമായിരുന്നില്ല. ചോദിക്കുമ്പോൾ അവന്റെ സ്വരം പോലും വിറച്ചിരുന്നു. എന്തോ എത്ര ശ്രമിച്ചിട്ടും അവളെ മറക്കാൻ മാത്രം അവനാകുന്നില്ല. ശിവജിത്ത് പറഞ്ഞപ്പോഴേക്കും അഖിൽ വീണ്ടും അവന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചിരുന്നു. അവളോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് ചിലപ്പോൾ മരിക്കാൻ പേടിയില്ലായിരിക്കും. പക്ഷേ അവളെ അങ്ങ് തീർത്താലോ? അവളെ അങ്ങ് ഇല്ലാതാക്കിയാലോ? അപ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുമോ?
അഖിൽ പെട്ടെന്നാണ് ശിവജിത്തിനോട് അത് ചോദിച്ചത്. അവനെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം അപ്പോൾ അഖിലിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ശിവജിത്തിന് തോന്നി. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയോ വെപ്രാളമോ എന്തെല്ലാമോ ശിവജിത്തിന് തോന്നുന്നുണ്ടായിരുന്നു. അഖിൽ അത് പറഞ്ഞതും അഖിലിന്റെ അപ്പോഴത്തെ ഭാവവും കണ്ട് അമൽ വരെ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. ഏട്ടാ, ഏട്ടൻ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? അതുവരെ വലിയ ധൈര്യത്തിൽ നിന്നിരുന്ന അമലിന്റെ ധൈര്യമെല്ലാം അഖിലിന്റെ ആ ഒരു വാചകത്തോടെ ചോർന്നു പോയിരുന്നു. അമൽ അഖിലിനെ ശിവജിത്തിന്റെ അടുത്തു നിന്നും പിടിച്ചു മാറ്റി. നീ ഒന്ന് മാറിക്കേ അമലേ, ഇവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അഖിലിന്റെ ദേഷ്യത്തിന് അപ്പോഴും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പു നമ്മുടെ ജീവനല്ലേ. ഇവനെ പേടിപ്പിക്കാനാണെങ്കിൽ പോലും അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. വെറുതെ പോലും ഇങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. അത് പറയുമ്പോഴും അമൽ അഖിലിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ സ്വരം വല്ലാതെ ഇടറുന്നുണ്ടെന്ന് തോന്നിയതും അഖിൽ അമലിനെയൊന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ മുഖത്തെ വെല്ലായ്മ കണ്ടതും അഖിലിന്റെ ദേഷ്യം ഒന്നുകൂടി കൂടിയിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും വെറുതെ പറയാറുണ്ടോ? ഇവനെ അവൾ കെട്ടാതിരിക്കാൻ അവളെയാണ് കൊല്ലേണ്ടതെങ്കിൽ അവളെയും ഞാൻ കൊല്ലും. അല്ലെങ്കിലും നിനക്കെന്തിനാടാ ഇത്ര വിഷമം? അവളെങ്ങാനും ഇവനെ കെട്ടിയാൽ നമ്മുടെ തറവാട്ടിനുണ്ടാകുന്ന നാണക്കേട് നീയൊന്ന് ആലോചിച്ചു നോക്ക്. തന്തയും തള്ളയും ഏതു തരക്കാരാണെന്ന് പോലും അറിയാത്ത ഇവനെയൊക്കെ കെട്ടി നാണക്കേട് ഉണ്ടാകുന്നതിലും നല്ലത് ആരും അറിയാതെ രണ്ടിനെയും അങ്ങ് തീർക്കുന്നത് തന്നെയാണ്. വല്ലാത്തൊരു ഭാവത്തോടെ അഖിൽ അത് പറയുമ്പോൾ അമൽ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതുവരെയും ശിവജിത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുകയായിരിക്കും എന്നാണ് അമൽ കരുതിയിരുന്നത്. എന്നാൽ അവന്റെ സംസാരവും ഭാവവും എല്ലാം കാണുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് അമലിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം അഖിലിന് അന്തസ്സും അഭിമാനവും വിട്ടൊരു കളിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി ആർഭാടവും അഹങ്കാരവും കാണിച്ചു നടക്കാൻ തന്നെയാണ് അഖിലിന്റെ അച്ഛനും കാരണവന്മാരും എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. അവരെപ്പോലെ തന്നെയായിരുന്നു അഖിലും. അതിനുവേണ്ടി ആരെ കൊല്ലാനും മടിക്കില്ല. അത് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അഖിലിനെ അങ്ങനെ കാണുമ്പോൾ അമലിന് ആകെ ഒരു വെപ്രാളം തോന്നി. അമലിന് തന്റെ അനിയത്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിലും സുഖസൗകര്യങ്ങൾക്കിടയിലും ജീവിക്കണം. അതുമാത്രമേ അമലിന് ഉണ്ടായിരുന്നുള്ളൂ. പറയാൻ ഉയർന്ന തരത്തിലുള്ള ജോലിയില്ലാത്ത അനാഥനായ ഒരുത്തനെ കല്യാണം കഴിച്ചാൽ അങ്ങനെയുള്ളൊരു ജീവിതം അവൾക്കൊരിക്കലും ഉണ്ടാകില്ലെന്ന് അമൽ വിശ്വസിച്ചു. ശിവജിത്തിനെ എങ്ങനെയും ഈ കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്ന് തീരുമാനിക്കാനും അതുതന്നെയാണ് കാരണം. അല്ലെങ്കിലും അഖിലിനേക്കാളും കൂടുതൽ അപർണയെ സ്നേഹിച്ചതും വാത്സല്യം കാണിച്ചതുമെല്ലാം അമലാണ്. മൂത്ത ചേട്ടൻ അഖിലാണെങ്കിലും അപ്പുവിനും ഏറ്റവും ഇഷ്ടം അമലിനോട് തന്നെയാണ്. അമൽ പറയുന്നതായിരുന്നു അവളുടെ അവസാന വാക്ക്. അമൽ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അപർണ അത് ചെയ്യാറില്ല. പക്ഷേ അവളുടെ ഒരാഗ്രഹങ്ങൾക്കും അമൽ ഇതുവരെ എതിര് നിന്നിട്ടില്ല. വീട്ടിൽ ആരൊക്കെ അവൾക്ക് എതിര് നിന്നാലും അവൾക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചിരുന്നത് അമലായിരുന്നു. അപർണയുടെ കണ്ണൊന്ന് കലങ്ങിയാൽ അമലിന് സഹിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യായമായ അവളുടെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കാൻ അമൽ തന്നെയായിരുന്നു മുന്നിലുണ്ടാകാറുള്ളതും. സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു സത്യമാണ്. ശിവജിത്തിനോട് അവൾക്ക് തോന്നിയ ഇഷ്ടം, അവനെ മാത്രം മതി എന്ന് പറഞ്ഞുള്ള വാശി, അതുമാത്രമാണ് അമലിന് അംഗീകരിക്കാൻ പറ്റാത്ത അവൾ ചെയ്ത ഒരേ ഒരു കാര്യം. ഇവനെ നീ നോക്കണ്ട, ഇവന് പെങ്ങളെന്ന് വെച്ചാൽ ജീവനാ. അതിൻ്റെ മുന്നിൽ ഇവൻ ചിലപ്പോൾ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ചേക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കു മീതെ വളർന്നാൽ വെട്ടണമെന്നാ പറയാറ്. ഞങ്ങളുടെ ആത്മാഭിമാനത്തെ തച്ചുടച്ചുകൊണ്ട് അവൾക്ക് നിന്നെ കെട്ടണമെന്നാണെങ്കിൽ അവളെ തന്നെ അങ്ങ് ഇല്ലാതാക്കുന്നതല്ലേ നല്ലത്. നിന്നെ ഞാൻ അളിയ എന്ന് വിളിക്കുന്നതിലും നല്ലത് അവളെ ഇല്ലാതാക്കുന്നത് തന്നെയാണ്. അത് ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അറിയാലോ, ഒരു വീടാണ്, പിന്നെ ഏട്ടനും പെങ്ങളും. ഉറങ്ങുമ്പോൾ ഒന്ന് ശ്വാസം മുട്ടിച്ചാൽ മതി, അവളങ്ങ് തീർന്നോളും. ആർക്കും ഒരു സംശയവും തോന്നില്ല. ഇനി വല്ല കേസും കൂത്തും ഒക്കെ ആയാൽ തന്നെ അതങ്ങ് ഒതുക്കി തീർക്കാനും എനിക്കറിയാം. അതുകൊണ്ട് പറയാ, നിനക്ക് അവളോട് തോന്നിയത് ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ അവള് ജീവനോടെ ഇരിക്കാനല്ലേ നീ ആഗ്രഹിക്കുക? അല്ല, അങ്ങനെയേ പാടുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയാ, മര്യാദയ്ക്ക് അവളെ മറന്നേക്ക്. ഇല്ലെങ്കിൽ പെങ്ങളാണ്, സ്വന്തം ചോരയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. അത് മറ്റാരേക്കാളും നന്നായി ദേ ഇവനറിയാം. അത് പറയുമ്പോൾ അഖിൽ അമലിനെ ഒന്ന് നോക്കിയിരുന്നു. അമൽ ഒന്നും പറയാൻ കഴിയാതെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അഖിൽ പറഞ്ഞത് സത്യമാണ്.
പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അന്തസ്സും അഭിമാനവും നിലനിർത്താൻ ആരെ കൊല്ലാനും മടിക്കില്ല. അത് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അമലിന് വല്ലാത്ത പേടി തോന്നിയിരുന്നു. ആ പേടിയിലേക്ക് ഒരു നിമിഷം ശിവജിത്ത് നോക്കി നിന്നുപോയി. കുഞ്ഞുനാളിൽ തൻ്റെ കൈ പിടിച്ച് നടന്ന, ഇപ്പോഴും തൻ്റെ പിന്നാലെ നടക്കുന്ന തൻ്റെ കുഞ്ഞു പെങ്ങളെ അമലിന് ഓർമ്മ വന്നു. ആ സ്ഥാനത്ത് ജീവനറ്റുകിടക്കുന്ന അവളെ അവന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ദേഷ്യത്തോടെയാണ് ശിവജിത്തിനെ നോക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ ദയനീയമായാണ് അമൽ ശിവജിത്തിനെ നോക്കുന്നത്. അവൻ്റെ ആ നോട്ടത്തിൽ നിന്നും തന്നെ അമലിന് എന്താണ് പറയാനുള്ളതെന്ന് ശിവജിത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അമലേ, വാ, പോയേക്കാം. ഇനി അവൻ തീരുമാനിക്കും അവൾ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്ന്. അതും പറഞ്ഞ് അഖിൽ മുൻപിൽ നടന്നു. അവന് പിന്നാലെ ശിവജിത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമലും. കാറിലേക്ക് കയറുന്നതിന് മുൻപായി അമൽ ഒന്നുകൂടി ശിവജിത്തിനെ നോക്കി. അവൻ്റെ ഹൃദയമിടിക്കുന്നത് ദൂരെ നിന്നുപോലും ശിവജിത്തിന് അറിയുന്നുണ്ടായിരുന്നു. അവരുടെ കാർ അകന്നു പോകുന്നതും നോക്കി ശിവജിത്ത് ഒരേ നിൽപ്പ് നിന്നു. സമയം രാത്രി 9 മണിയോടടുത്തിരിക്കുന്നു. അവനൊന്ന് ചുറ്റും നോക്കി. എങ്ങും വെളിച്ചമില്ല. നേർത്തൊരു നിലാവുണ്ട്. അവൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ടോർച്ച് ഓണാക്കി മുൻപോട്ട് നടന്നു. ചെറിയൊരു ഇടവഴിയോട് ചേർന്നുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വലിയൊരു പറമ്പായിരുന്നു അത്. കവലയിൽ നിന്നും സാധനം വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൻ്റെ ബൈക്കിനു മുൻപിലായി അഖിൽ കാർ കൊണ്ടു നിർത്തിയത്. അവിടെ നിന്നും ബലമായി കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ടു വന്നതാണ് ഇവിടേക്ക്. അധിക ദൂരമില്ല. 2 ഇടവഴി തിരിഞ്ഞാൽ അവൻ്റെ ബൈക്ക് നിർത്തിയിടത്ത് എത്തും. പക്ഷേ ഇടവഴിയിൽ നിന്നും ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ലെന്നുള്ളതുകൊണ്ടാണ് അവർ കുറച്ച് മാറിയുള്ള അവരുടെ തന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ഈ പറമ്പിലേക്ക് അവനെ കൊണ്ടുവന്നത്. അവൻ പതിയെ നടന്ന് ബൈക്കിന് അടുത്തെത്തി. സാധനങ്ങൾ അടങ്ങിയ കവർ ബൈക്കിൻ്റെ ഹാൻഡിലിൽ തന്നെ തൂങ്ങിക്കിടപ്പുണ്ട്. അവൻ ചെന്ന് ബൈക്കിൽ കയറിയിരുന്നു. വണ്ടിയെടുക്കാൻ തോന്നുന്നേയില്ല. അവൻ അല്പസമയം ബൈക്കിൽ തലവെച്ചങ്ങനെ കിടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഒരു നോട്ടം കൊണ്ടാണെങ്കിൽ പോലും ആദ്യമായി സ്നേഹം എന്തെന്നറിഞ്ഞത് അവളെ കണ്ടതിനു ശേഷമാണ്. എങ്കിലും അവളുടെ സ്നേഹത്തിനു മുൻപിൽ മനഃപൂർവ്വം അത് കണ്ടില്ലെന്നു നടിച്ച് തിരിഞ്ഞു നടന്നു. പക്ഷേ അപ്പോഴും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ അവളെ വേണമെന്ന് പറഞ്ഞ് ഹൃദയം വാശി പിടിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും ദേവമംഗലത്തെ കുട്ടിയെ ആഗ്രഹിക്കാനുള്ള യോഗ്യതയില്ലെന്ന് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെയാണ് അത് കണ്ടില്ലെന്ന് നടിച്ചത്. ഒരു നേരം പോക്കിനു വേണ്ടി ഇതെല്ലാം അവൾ കാണിച്ചു കൂട്ടുന്നതായിരിക്കുമെന്നാണ് ആദ്യമൊക്കെ കരുതിയത്. എന്നാൽ അവൾക്ക് തന്നോടുള്ളത് കറകളഞ്ഞ സ്നേഹമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ് തന്നെപ്പോലൊരുത്തനെ അവൾ സ്നേഹിച്ചത് എന്ന് മാത്രം ഇപ്പോഴും തനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ചിലപ്പോൾ അതിൻ്റെ കാരണം അവളുടെ വലിയ മനസ്സ് തന്നെയായിരിക്കും. തന്നെ സ്നേഹിച്ചതുകൊണ്ട് അവളെ കൊന്നുകളയുമെന്ന് അവളുടെ ഏട്ടൻ തന്നെ പറയുന്നു. അവളുടെ ചെറിയ ആങ്ങള ഒരു പാവമാണ്. പക്ഷേ അറിഞ്ഞിടത്തോളം അവളുടെ മൂത്ത ഏട്ടൻ അഖിലാണ് ഏറ്റവും പ്രശ്നക്കാരൻ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അവളും താനും ഒരുമിച്ച് ജീവിക്കുമെന്ന് ഉറപ്പായാൽ അവൻ തീർച്ചയായും അവളെ കൊന്നുകളയും. ആ പേടി തന്നെയാണ് കുറച്ചു മുൻപ് അമലിൻ്റെ മുഖത്ത് താൻ കണ്ടതും. ആരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത തന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. അതിന് എല്ലാം അറിഞ്ഞുകൊണ്ട് തനിക്ക് എങ്ങനെ അവളെ മരണത്തിലേക്ക് പറഞ്ഞു വിടാനാകും? വേണ്ട, അവൾ മരിക്കണ്ട. അവളുടെ കണ്ണിൽ ഇപ്പോഴും അവൾ മാത്രമാണ് തന്നെ സ്നേഹിച്ചിട്ടുള്ളത്. താൻ അവളെ സ്നേഹിക്കുന്നതോ തനിക്ക് അവളോട് ഇഷ്ടമുള്ളതോ അവൾക്ക് ഇതുവരെയും അറിയില്ല. അതിനി അറിയുകയും വേണ്ട. ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല. പരിഭവങ്ങളും സങ്കടങ്ങളും പങ്കുവെച്ചിട്ടില്ല. വാക്കുകൾ കൊണ്ട് പരസ്പരം ആശ്വാസമേകിയിട്ടില്ല. സ്നേഹം കൊണ്ട് ഒരിക്കലും പരസ്പരം മരുന്നായിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഏറ്റവും നല്ല കൂട്ടായി ഒരുമിച്ചുണ്ടാകുമെന്ന് തമ്മിൽ വാക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാം മറക്കാം. എപ്പോഴോ ആശിച്ചു പോയ അവളുടെ സ്നേഹം മാനത്തെ അമ്പിളിമാമനെ സ്വന്തമാക്കുന്നത് പോലെ വെറും ഒരു വ്യാമോഹം മാത്രമായിരുന്നെന്ന് കരുതിയേക്കാം. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും. പിന്നെ പിന്നെ അതെല്ലാം ശരിയാകും. അവർ നിശ്ചയിച്ചതുപോലെ ആ കല്യാണം തന്നെ നടക്കട്ടെ. അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവൾ സ്വയം തന്നെ മറന്നുകൊള്ളും. തൻ്റെ കൂടെ ഇറങ്ങി വന്ന് സ്വയം മരണത്തിലേക്ക് പോകുന്നതിലും നല്ലതാണ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇപ്പോൾ അവൾക്കുണ്ടാകുന്ന ഈ സങ്കടവും നിരാശയും കുറച്ചു കഴിയുമ്പോൾ അങ്ങ് മാറും. എവിടെയായിരുന്നാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഇപ്പോൾ അത് മാത്രമേ തൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ നീയോ? അവളില്ലാതെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ ശിവ? അവൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു. ശിവയുടെ നെഞ്ച് വീണ്ടും പിളർന്നു. അതിൽ വീണ്ടും ചോര പൊടിഞ്ഞു. ഇല്ല, അവളില്ലാതെ തനിക്ക് പറ്റില്ല.
അവളില്ലാതെ ഒരു സന്തോഷവുമില്ല. പക്ഷെ അവൾ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി തനിക്ക് സമാധാനിക്കാം. അത് മതി, അതുമാത്രം മതി. അവൻ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ പതിയെ വണ്ടി മുന്നോട്ടെടുത്തു. മുൻപിലെ കാഴ്ച മറയ്ക്കുവാൻ തക്കവണ്ണം അവൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അതും പറഞ്ഞ് അഖിൽ മുറ്റത്തേക്കിറങ്ങുമ്പോഴാണ് ശിവജിത്തിൻ്റെ ബൈക്ക് ദേവമംഗലം തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നത്. അതു കണ്ട് അഖിലിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആരോട് ചോദിച്ചിട്ടാടാ നീ ഈ മുറ്റത്ത് കാലു കുത്തിയത്? അതും ചോദിച്ചുകൊണ്ട് അഖിൽ ദേഷ്യത്തോടെ ശിവജിത്തിനരികിലേക്ക് നടന്നു. മുകളിലെ ബാൽക്കണിയിൽ നിന്നിരുന്ന അമൽ ഇത് കണ്ടതും വേഗം താഴേക്കോടി വന്നു. അപ്പോഴേക്കും വീട്ടിലെ മുതിർന്ന എല്ലാവരും ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. അമൽ വേഗം ചെന്ന് അഖിലിൻ്റെ മുൻപിൽ കയറി നിന്നു. വേണ്ട ഏട്ടാ, ഇവിടെ വെച്ച് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ശിവജിത്തിനരികിലേക്ക് നടന്നെടുക്കുന്ന അഖിലിനെ പിടിച്ചു വെച്ചുകൊണ്ട് അമൽ പറഞ്ഞു. മാറി നിൽക്ക് അമലെ, ഇവൻ എന്തിനാ ഇവിടെ വന്നത്? എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവൻ എങ്ങനെ ഇവിടെ കാലു കുത്താനുള്ള ധൈര്യം വന്നു? ശിവജിത്തിനെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് അഖിൽ അത് പറഞ്ഞത്. എന്തിനാ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവളെ കാണാനോ സംസാരിക്കാനോ ആണ് വന്നതെങ്കിൽ നടക്കില്ല. എനിക്ക് എൻ്റെ പെങ്ങളെ ജീവനാണ് വലുത്. പ്ലീസ് ഒന്ന് പോ. അമൽ ആദ്യം ദേഷ്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം എത്തുമ്പോഴേക്കും അവൻ്റെ വാക്കുകൾ ദയനീയമായിരുന്നു. അതിൻ്റെ കാരണവും ശിവജിത്തിന് മനസ്സിലായിരുന്നു. ഞാൻ കാരണം നിന്റെ പെങ്ങളെ ജീവന് ഒന്നും വരില്ല. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി കൂടിയാ ഞാനിപ്പോൾ വന്നത്. എനിക്ക് അവളെ കാണണം, സംസാരിക്കണം. പേടിക്കണ്ട, അവളെ വിളിച്ചിറക്കി കൂട്ടിക്കൊണ്ടു പോകാനല്ല വന്നത്. അങ്ങനെ ചെയ്യാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണെന്ന് കരുതരുത്. അങ്ങനെ ചെയ്തേനെ ഞാൻ. പക്ഷേ കൊല്ലാൻ നിൽക്കുന്നത് സ്വന്തം ഏട്ടനാകുമ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ. അവസാനം പറഞ്ഞത് അഖിലിനും അമലിനും മാത്രം കേൾക്കാൻ പാകത്തിലായിരുന്നു. അത് ഇഷ്ടപ്പെടാത്തതുപോലെ അഖിൽ ശിവയ്ക്ക് അരികിലേക്കടുത്തു. അധികം നിന്ന് എൻ്റെ കൈ മെനക്കെടുത്താതെ പോകാൻ നോക്കടാ. അഖിൽ ശിവയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പോകാൻ തന്നെയാ വന്നത്. ഇവിടെ നിന്നും മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ. പക്ഷേ അതിനു മുൻപ് എനിക്ക് അവളെ കണ്ടൊന്ന് സംസാരിക്കണം. ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയണം. എനിക്ക് വേണ്ടി വെറുതെ കാത്തിരുന്ന് അവളുടെ ജീവിതം നശിപ്പിക്കരുതെന്നും പറയണം. അവൻ അത് പറയുമ്പോൾ അഖിലൊന്നും പറഞ്ഞില്ല. അവനെ തറപ്പിച്ചൊന്ന് നോക്കുക മാത്രം ചെയ്തു. ചെല്ല്, മേലെ കയറിയാൽ ഏറ്റവും അവസാനത്തെ മുറിയ. അമൽ അത് പറഞ്ഞതും അഖിൽ അമലിനെയൊന്ന് നോക്കി പേടിപ്പിച്ചു. എന്നാൽ അമൽ അത് കാര്യമാക്കിയില്ല. ശിവജിത്ത് ഉമ്മറത്തേക്ക് കയറുമ്പോൾ തറവാട്ടിലെ എല്ലാവരും ഉമ്മറത്ത് നിരന്നു നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരുടെയും നോട്ടം അവൻ്റെ മേലാണെന്ന് അറിഞ്ഞിട്ടും അവൻ ആരെയും നോക്കാതെ തന്നെ അകത്തേക്ക് കയറി. അവൻ അകത്തേക്ക് കയറിയതും എല്ലാവരും അമലിനെയൊന്ന് നോക്കി. പക്ഷേ ആരും അവനോടൊന്നും ചോദിച്ചില്ല. അവനും അപ്പോൾ ഒരു സംസാരത്തിന് താല്പര്യമില്ലാത്തതുപോലെ അവരിൽ നിന്നും കുറച്ചു മാറി മുറ്റത്തെ മാവിൻ ചുവട്ടിൽ പോയി നിന്നു. അഖിലിൻ്റെ കൂർത്ത നോട്ടം തനിക്ക് നേരെ വരുന്നുണ്ടെന്ന് മനസ്സിലായെങ്കിലും അവൻ അത് കാര്യമാക്കിയില്ല. ഉമ്മറത്ത് അത്ര പേരുണ്ടായിരുന്നെങ്കിലും അവിടം വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. ദേവമംഗലത്തെപ്പോലെ തന്നെ പേരുകേട്ട വലിയൊരു തറവാട്ടിൽ നിന്നും അപർണയ്ക്കൊരു വിവാഹാലോചന വന്നതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. തറവാടിൻ്റെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് അവനാണ്. അവർക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്. ദേവമംഗലത്തുകാരുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത അങ്ങനെയൊരു ആലോചന വന്നപ്പോൾ അവരതങ്ങ് ഉറപ്പിച്ചു. അപ്പോഴാണ് അപർണ തനിക്ക് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞത്. നോക്കിയപ്പോൾ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു അനാഥ ചെക്കൻ. ഒരു സ്വകാര്യ കമ്പനിയിലാണെങ്കിലും ഒരു കുടുംബത്തിന് അല്ലലില്ലാതെ ജീവിച്ചു പോകുവാൻ തക്കവണ്ണമുള്ള നല്ലൊരു ജോലിയുണ്ടവന്. പക്ഷേ വലിയ പേരുകേട്ട ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള അവർക്ക് അവൻ്റെ ജോലിക്ക് അവരുടെ കാലിനടിയിലെ മൺതരിയുടെ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടിയുടെ മനസ്സിനും ഇഷ്ടത്തിനുമല്ല, അവരുടെ അന്തസ്സിനും അഭിമാനത്തിനുമായിരുന്നു അവർ മുൻതൂക്കം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരതിനെ എതിർത്തു. പക്ഷെ അവർ തമ്മിൽ ഇഷ്ടത്തിലല്ലെന്നും അവൾക്ക് മാത്രമേ അവനോട് ഇഷ്ടമുള്ളൂ എന്നും പിന്നീടാണ് അറിഞ്ഞത്. അപ്പോഴും അവൾ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ശിവജിത്തിന് അവളെ ഇഷ്ടമാണെന്ന്. പണത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ബന്ധുക്കാരുടെയും തുലാസിലിട്ടു നോക്കിയപ്പോൾ തന്നെ സ്നേഹിക്കാനുള്ള യോഗ്യതയില്ലെന്ന് കണ്ട് ഉള്ളിലെ സ്നേഹം അവൻ മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. തനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് അവനെ മാത്രമായിരിക്കുമെന്ന് അവൾ വാശി പിടിച്ചു. അമലൊഴികെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരെല്ലാം തലങ്ങും വിലങ്ങും അവളെ അടിച്ചു.
അടികിട്ടി ചോര ഒലിക്കുമ്പോഴും അവൾ പറഞ്ഞു അവനെ മാത്രം മതിയെന്ന്. സ്നേഹം ചിലപ്പോൾ അങ്ങനെയാകാം. ഹൃദയം ഒരാളെ തൻ്റേതെന്ന് പറഞ്ഞു ചേർത്തു പിടിച്ചാൽ അത് മായ്ച്ചു കളയാൻ വല്ലാത്ത പ്രയാസമായിരിക്കും. മകളെ തല്ലുന്നതും വേദന കൊണ്ട് അവൾ കിടന്നു പിടയുന്നതുമെല്ലാം അവളുടെ അമ്മ കണ്ടുനിന്നു. സ്ത്രീകൾക്ക് സ്വന്തമായി അഭിപ്രായം പറയാൻ പറ്റാത്തൊരു തറവാടായിരുന്നു അത്. തറവാട്ടിലെ മുതിർന്നവരും ആണുങ്ങളും കാര്യങ്ങൾ തീരുമാനിക്കും. അവരത് പറയും. ആ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകൾ അനുസരിച്ചു കൊള്ളണം. അതായിരുന്നു ആ തറവാട്ടിലെ രീതി. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയെല്ലാം സഹിച്ചു നിന്നു. അവളോടൊപ്പം ഇരുന്ന് അവരും കുറെ കരഞ്ഞു. അവന് മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് അവളും അതിനൊരിക്കലും സമ്മതിക്കില്ലെന്ന് തറവാട്ടിലെ ആണുങ്ങളും വാശി പിടിച്ചു. അതിനിടയിൽ കിടന്ന് ഉരുകുന്നത് ശരിക്കും അവളുടെ അമ്മയായിരുന്നു. ഇനിയും അവളുടെ വേദന കണ്ടു നിൽക്കാൻ ആവില്ലെന്നായപ്പോൾ അവസാനം സഹികെട്ട് മോളെ ഇഷ്ടം അതാണെങ്കിൽ അത് നടത്തിക്കൊടുത്തൂടെ എന്ന് അവളുടെ അമ്മ പറഞ്ഞു. അതിനു മറുപടി പറഞ്ഞത് അവളുടെ അച്ഛൻ്റെ കൈകളായിരുന്നു. അയാളുടെ അടിയുടെ ശക്തിയിൽ അമ്മയുടെ ചുണ്ട് പൊട്ടി ചോര വന്നു. ഇനിയും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ അമ്മയെയും മകളെയും കെട്ടിത്തൂക്കാനും മടിക്കില്ലെന്ന് പറഞ്ഞാണ് അയാൾ ആ മുറി വിട്ടിറങ്ങിയത്. ആരെയും ഉപദ്രവിക്കാനല്ല, എല്ലാം പറഞ്ഞു തീർക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് അവൻ ഉമ്മറത്തേക്ക് കയറി വരുമ്പോൾ അതുതന്നെയാണ് നല്ലതെന്ന് അവളുടെ അമ്മയ്ക്ക് തോന്നി. അവരവനെ തന്നെ ഒന്ന് നോക്കി. വയസ്സ് 10-26 ഉണ്ടെങ്കിലും കണ്ടാൽ അത്രയൊന്നും പറയേയില്ല. അധികം നിറമില്ല, തടിയും അധികമില്ല, നീളം ആവശ്യത്തിന് മാത്രം, ഓമനത്തം തുളുമ്പുന്ന നിഷ്കളങ്കമായ മുഖം. അച്ഛനും അമ്മയും ആരെന്നറിയാതെ ഒറ്റയ്ക്ക് വളർന്നവൻ. തന്തയും തള്ളയും ഇല്ലാത്ത, അവരാരെന്നു പോലും അറിയാത്തൊരു അനാഥ ചെക്കൻ. മറ്റുള്ളവരുടെ പരിഹാസവും പുച്ഛവും ഏറ്റുവാങ്ങി ഒറ്റയ്ക്ക് ജീവിച്ചു വന്നവൻ. ഇപ്പോൾ വലുതായി ഇത്ര പ്രായമായിട്ടും ഇന്നും അനാഥച്ചക്കൻ എന്ന് പറഞ്ഞ് എല്ലാവരും തരം താഴ്ത്തുകയും പുച്ഛിക്കുകയും ചെയ്യുന്നു. പാവം, അതിൻ്റെ മനസ്സിൽ എത്ര വേദനയുണ്ടാകും. അവൻ്റെ അമ്മയ്ക്കും അച്ഛനും അവനെ വേണ്ടാതെ പോയതും അവന് ആരുമില്ലാതെയായി പോയതും അവൻ്റെ തെറ്റല്ലല്ലോ. അപർണയുടെ അമ്മയ്ക്ക് അവനോട് വല്ലാത്ത അലിവും വാത്സല്യവും തോന്നി. പക്ഷേ അതൊന്നും പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ. അവരവൻ പോകുന്നതും നോക്കി അങ്ങനെ നിന്നു. അവൻ പതിയെ കോണിപ്പടികൾ കയറി മുകളിലേക്ക് ചെന്നു. മുകളിലേക്ക് കയറിയാൽ ഏറ്റവും അവസാനത്തെ മുറിയാണെന്ന് അമൽ പറഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മയിൽ അവൻ ഏറ്റവും അവസാനമായി കാണുന്ന മുറിയിലേക്ക് നടന്നു. മുറിക്ക് മുൻപിലെത്തിയതും അവനൊന്നു നിന്നു. വാതിൽ അടഞ്ഞു കിടപ്പാണ്. അകത്തുനിന്നും വാതിൽ അടച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തോ വാതിൽ തുറക്കാൻ അവന് വല്ലായ്മ തോന്നി. എങ്കിലും രണ്ടും കൽപ്പിച്ചവൻ വാതിലിൽ ഒന്ന് തൊട്ടു. പിന്നെ പതിയെ ആ വാതിൽ ഒന്ന് തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു വന്നു. നെഞ്ചിനകത്ത് എന്തോ ഒരു വെപ്രാളം പോലെ അവന് തോന്നി. അവൻ പതിയെ മുറിയിലേക്ക് കയറി. കട്ടിലിൽ ഒരു വശം തിരിഞ്ഞു കിടപ്പാണവൾ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടും അപർണ തിരിഞ്ഞു നോക്കിയില്ല. ശിവ ഒരു നിമിഷം അവളെ തന്നെ ഒന്ന് നോക്കി. പിന്നെ കണ്ണുകൾ അടച്ച് ആഞ്ഞൊന്ന് ശ്വാസമെടുത്തു. അപർണ, അവൻ പതിയെ വിളിച്ചതും കണ്ണടച്ച് കിടന്നിരുന്ന അവൾ ഞെട്ടി കണ്ണു തുറന്നു. ഒരു നിമിഷം അവൾക്കത് വിശ്വസിക്കാനായില്ല. തൻ്റെ വെറും തോന്നലാകുമെന്ന് കരുതി. അല്ലാതെ ഈ തറവാട്ടിൽ തൻ്റെ മുറിയിൽ അവൻ വരാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ. അപർണ. അവൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ട് അവൻ വീണ്ടും വിളിച്ചു. അപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഇത് തൻ്റെ വെറും തോന്നലല്ല, അവൻ ശരിക്കും തൻ്റെ മുറിയിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു. അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പിടഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ടതും അവൾക്കുണ്ടായത് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരയാൻ തോന്നി. പക്ഷേ അതിനും കഴിയില്ലല്ലോ. തുറന്നു പറഞ്ഞ ഇഷ്ടം അത് തൻ്റേത് മാത്രമായിരുന്നല്ലോ. അവൾ കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവനും ഒരു നിമിഷം അവളെ തന്നെ ഒന്ന് നോക്കി. അടി കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. കവിളാകെ ചുവന്നു കിടക്കുന്നുണ്ട്. ചുണ്ട് പൊട്ടി ചോര വന്നതുപോലെ ഒരു മുറിപ്പാട്. കൺപോളകൾ കരഞ്ഞു കരഞ്ഞു നീരുവെച്ച് വീർത്തിരിക്കുന്നു. ഒരു നിമിഷം അവൻ അവളോട് വല്ലാത്ത പാവം തോന്നിപ്പോയി. താൻ ഒരിക്കലും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തനിക്ക് വേണ്ടി അവൾ എന്തൊക്കെ സഹിക്കുന്നു. ഇതുവരെ അവളെയൊന്ന് സ്നേഹിച്ചിട്ടില്ല. എന്തിന് ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടും തന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഇവൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് തന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ? ഒരു നിമിഷം അവളെയും കൊണ്ട് ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ അവന് തോന്നിപ്പോയി. അപ്പോഴാണ് അഖിലിൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നത്. കൂട്ടത്തിൽ അവൻ പറഞ്ഞ വാക്കും. സ്വന്തം ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്നോടുള്ള വാശിക്ക് വേണമെങ്കിൽ അവളെ കൊന്നുകളയാനും അവൻ മടിക്കില്ല.
അപ്പോഴും അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വർഷങ്ങളായി താൻ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന തൻ്റെ പ്രണയം അവൾക്ക് അവനിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവളുടെ നോട്ടം തൻ്റെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറുന്നത് എന്ന് പോലും ശിവയ്ക്ക് തോന്നി. അവൻ്റെ കണ്ണുകളും ഒരു നിമിഷം അവളുടെ ആ മിഴികളിൽ അങ്ങനെ കൊരുത്തു നിന്നു. പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവളിൽ നിന്നും അവൻ നോട്ടം പറിച്ചെടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അവൻ പതിയെ ജനലിനോരം ചെന്നു നിന്നു. പുറത്തേക്ക് നോക്കിയാണ് നിൽപ്പ്. അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പറയാൻ പോകുന്ന കാര്യം രണ്ടുപേരുടെയും ഹൃദയത്തെ കീറിമുറിക്കുമെന്ന് അവനറിയാമായിരുന്നു. എങ്കിലും പറയാതെ വയ്യ. അതിനുവേണ്ടി അവനൊന്ന് കണ്ണുകൾ ഇറുക്കെ അടച്ച് അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിച്ചു. എന്താ ഇവിടെ? എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? ആരേലും കാണും. കണ്ടാൽ ജിത്തേട്ടൻ അവർ വെറുതെ വെച്ചേക്കില്ല. അവൾ വേഗം ചെന്ന് വാതിലടച്ചു. പിന്നെ വല്ലാത്തൊരു പേടിയോടെ അവനോട് പറഞ്ഞു. അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു. എന്തിനാ ഇതൊക്കെ? ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല അപർണേ. ഇനി ഒരിക്കലും സ്നേഹിക്കാനും എനിക്ക് പറ്റില്ല. ആരുമില്ലാത്തവനാണ് ഞാൻ. അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാത്തവൻ. കുഞ്ഞുനാളിൽ എല്ലാവരും അത് പറഞ്ഞെന്നെ കളിയാക്കുമായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച വേദന എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കാർക്കും ചിന്തിക്കാൻ കൂടി പറ്റില്ല. വലുതായപ്പോൾ കരുതി ഇനി അത്തരം ചോദ്യങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന്. എന്നാൽ കുറച്ചു നാളുകൾക്കിപ്പുറം വീണ്ടും എനിക്കത് കേൾക്കേണ്ടി വന്നു. അതും നീ കാരണം. നിനക്കെന്നെ ഇഷ്ടമാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട്. നീ പറയുന്നു നിനക്കെന്നെ ഇഷ്ടമാണ്, എന്നോട് സ്നേഹമാണെന്നൊക്കെ. പക്ഷേ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയാണെന്ന് നിനക്കറിയോ? ഇപ്പോൾ അതെല്ലാം പോരാഞ്ഞിട്ട് നിന്റെ ചേട്ടന്മാർ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. അതു പറഞ്ഞതും അപർണയൊന്ന് ഞെട്ടി. അതുവരെയും അവൻ പറയുന്നത് ശ്വാസം വിടാൻ പോലും മറന്ന് അവൾ കേട്ടു നിൽക്കുകയായിരുന്നു. കൊല്ലാനോ? ജിത്തേട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നേ? അവൾ അവനരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. വേണ്ട, എൻ്റെ അടുത്തേക്ക് വരരുത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ തൻ്റെ അരികിലേക്ക് വരുന്നത് അറിഞ്ഞതും അവൻ പറഞ്ഞു. അതുകേട്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. കൊല്ലാൻ തന്നെ. നിന്നെ തിരിച്ചു സ്നേഹിച്ചാൽ എന്നെ കൊന്നുകളയാനും മടിക്കില്ലെന്ന്. എന്തിനാ അപ്പു ഈ വാശി? നീ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിന്നോടെനിക്ക് ഇഷ്ടമില്ലെന്നേയുള്ളൂ, വെറുപ്പില്ല. ഇനിയും ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചാൽ ഞാൻ നിന്നെ വെറുത്തു പോകും. അതുകൊണ്ട് അവർ പറയുന്നത് കേട്ട് അവരുറപ്പിച്ച കല്യാണത്തിന് സമ്മതിക്ക്. നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ ഒരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്തു താ. പ്ലീസ്, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. പറയുമ്പോൾ ശിവയ്ക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു. അപർണയ്ക്ക് അവൻ പറയുന്നത് കേട്ട് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നാൾ താൻ കരുതിയിരുന്നത് തെറ്റാണോ? അവൻ്റെ കണ്ണിൽ താൻ കണ്ടിരുന്നതല്ലേ അവന് തന്നോടുള്ള ഇഷ്ടം? അപ്പോൾ അത് കള്ളമായിരുന്നോ? അല്ല, അത് കള്ളമല്ല. ഒന്നല്ല, എത്രയോ വട്ടം താൻ കണ്ടിട്ടുണ്ട് അവൻ്റെ കണ്ണിൽ തന്നോടുള്ള സ്നേഹം. ആ ഒരു പ്രതീക്ഷയിലാണ് താൻ ഇത്ര കാലം ജീവിച്ചത്. എന്നിട്ടിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ താൻ എങ്ങനെ അത് വിശ്വസിക്കും? എങ്ങനെ സഹിക്കും? പക്ഷേ ഇനിയും ജിത്തേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. താൻ കാരണം ഇനിയും അനാഥനെന്ന് കേൾക്കേണ്ടി വരരുത്. അങ്ങനെ കേൾക്കുമ്പോൾ ആ മനസ്സ് എത്രമാത്രം ഉരുകുന്നുണ്ടെന്ന് തനിക്കറിയാം. വേണ്ട, തൻ്റെ സ്നേഹം ജിത്തേട്ടനൊരു ബുദ്ധിമുട്ടാവരുത്. മറക്കാം, അല്ലെങ്കിൽ എല്ലാം മറന്നെന്ന് നടിക്കാം. അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചു. നീ ഒന്നും പറഞ്ഞില്ല. അപ്പോഴും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. ജിത്തേട്ടൻ പൊയ്ക്കോ. എൻ്റെ സ്നേഹം ഇനി ഒരിക്കലും ഏട്ടനൊരു ബുദ്ധിമുട്ടാവില്ല. ഞാനിനി ഒരിക്കലും ഇതും പറഞ്ഞ് ഏട്ടൻ്റെ പിന്നാലെ വരില്ല. മറക്കാൻ എനിക്ക് പറ്റില്ല. മറന്നതുപോലെ എല്ലാവരുടെയും മുൻപിൽ ഞാൻ നടിച്ചോളാം. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സ്വരം പലപ്പോഴും ഇടറി. കല്യാണം, അവർ തീരുമാനിച്ച കല്യാണത്തിന് സമ്മതിക്കണം, ശിവ വീണ്ടും പറഞ്ഞു. അങ്ങനെയൊന്ന് ചിന്തിക്കാൻ കൂടി അവൾക്കാകുന്നുണ്ടായിരുന്നില്ല. അവൾ വിലങ്ങനെ തലയാട്ടി. അവളുടെ തേങ്ങൽ ആ മുറിയിൽ ഉയർന്നു. പറ, സമ്മതിക്കില്ലേ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരവും ചിലമ്പിച്ചിരുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ജിത്തേട്ടൻ്റെ പിന്നാലെ ഞാനിനി വരില്ല എന്നു കരുതി ആ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്കാവില്ല. അതിനു മാത്രം എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അവൾ പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനത് അവൾ കാണാതിരിക്കാൻ വേഗത്തിൽ തുടച്ചു കളഞ്ഞു. അപ്പോ ഞാൻ മരിച്ചോട്ടെ എന്നാണോ? ശിവ വീണ്ടും ചോദിച്ചു. അതുകേട്ട് അപർണ തല ഉയർത്തി നോക്കി.
അപ്പോഴും അവൻ പുറത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരെന്നെ കൊല്ലും. നിന്റെ മൂത്ത ചേട്ടൻ അഖിൽ തന്നെയാണ് അത് പറഞ്ഞത്. അവനെ നിനക്കറിയാലോ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. കേസും കൂത്തും ഒന്നുമില്ലാതെ അതൊതുക്കി തീർക്കാൻ അവനറിയാമെന്ന്. മരിക്കാൻ എനിക്ക് പേടിയില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പോ ഇല്ല. അതുകൊണ്ട് ആ കാര്യത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. പക്ഷേ ഇനി ഒരിക്കലും തൻ്റെ ഇഷ്ടം എനിക്കും തനിക്കും ഒരു ബാധ്യതയാകരുത്. അവൻ പറയുമ്പോൾ അപർണയിൽ നിന്നും ഒരു നേർത്ത മൂളൽ മാത്രം പുറത്തു വന്നു. ഞാൻ നാളെ പോകും. ഇനി ഈ നാട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാകില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. അവൻ അത് പറഞ്ഞതും അപർണയൊന്നും പറഞ്ഞില്ല. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തുളച്ചിറങ്ങി. നാട് വിട്ടു പോകുന്നു. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല. തനിക്കിനി കാണണമെന്ന് തോന്നിയാലും കാണാൻ പറ്റില്ല. എവിടെ പോയി തിരയും? അവളുടെ നെഞ്ചാകെ പിളർന്നു. അവളാകെ തകർന്നു പോയിരുന്നു അപ്പോഴേക്കും. പിന്നെ ഒരു പൊട്ട ബുദ്ധിക്ക് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് തോന്നിയേക്കരുത്. എനിക്ക് വേണ്ടി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ജീവിക്കണം. പ്ലീസ്. നാളെ ഒരു ദിവസം അരുതാത്തതെന്തെങ്കിലും കേട്ടാൽ ഞാൻ തകർന്നു പോകും. ആ ഒരു കുറ്റബോധത്തോടെ ജീവിക്കാൻ എനിക്കും സാധിച്ചെന്ന് വരില്ല. ഞാനും ചിലപ്പോൾ മരിച്ചു പോകും. അതുകൊണ്ട് വാക്കുതാ. വേണ്ടാത്തതൊന്നും ചിന്തിക്കുക പോലുമില്ലെന്ന് വാക്കുതാ. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. തലയും കുനിച്ച് വിതുമ്പിക്കരയുന്നവളെ കണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞു. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. വാക്കുതാ, പ്ലീസ്. അവനത് പറഞ്ഞതും അവൾ പതിയെ അവൻ്റെ കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചു. തമ്മിൽ സ്പർശിച്ചതും രണ്ടുപേരിലും ഒരു വിറയൽ ഉടലെടുത്തു. ആ വിറയൽ രണ്ടുപേർക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരി, പോട്ടെ. കാലം കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. ഇപ്പോഴത്തെ ഈ വേദനയെല്ലാം മാറും. എപ്പോഴും സന്തോഷമായിട്ടിരിക്കെ. അവളുടെ ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ അതും പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി നടന്നു. അവൻ പോകുന്നതും നോക്കി നിൽക്കെ അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. എല്ലാവരും എല്ലാം പറഞ്ഞു അവരുടെ ഭാഗം ശരിയാക്കി. പക്ഷേ തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ മാത്രം ആരും ശ്രമിച്ചില്ല. മറക്കാൻ പറയുമ്പോൾ മറക്കാനും മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറയുമ്പോൾ കഴിക്കാനും വല്ല പ്രതിമയും മറ്റുമാണോ താൻ? തനിക്കുമില്ലേ ഒരു മനസ്സ്? അതെന്താ ആരും മനസ്സിലാക്കാത്തെ? ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ നിലത്തേക്കിരുന്നു പോയി. പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവനത് അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഉമ്മറത്തെത്തിയതും കണ്ടു അവളുടെ അമ്മ അവനെ തന്നെ നോക്കി നിൽക്കുന്നത്. അവൻ അവരുടെ മുഖത്തേക്കൊന്നു നോക്കി. അവരുടെ കണ്ണുകൾക്ക് അവനോടെന്തോ പറയാനുള്ളതുപോലെ അവന് തോന്നി. അവരുടെ ചുണ്ടിലും മുറിവിൻ്റെ പാടുണ്ട്. താൻ കാരണം ആ അമ്മയും വേദനിച്ചു. അവൻ്റെ ഹൃദയം വീണ്ടും മുറിഞ്ഞു. അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയതും ദൂരെ നിന്നിരുന്ന അമൽ വേഗം അവൻ അരികിലേക്ക് വന്നു. അഖിൽ അവനെ തന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് നിന്നിടത്ത് തന്നെ നിന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാ. അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചങ്ക് പൊട്ടിയാണെങ്കിലും എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും എന്നോടുള്ള ഇഷ്ടം അവൾ നിങ്ങളോട് പറയില്ല. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപിൽ വാശി പിടിക്കുകയുമില്ല. ഞാൻ ഈ നാട്ടിൽ നിന്നും പോവുകയാണ്. എൻ്റെ ചങ്ക് പറിച്ചു തന്ന ഞാൻ ഇവിടെ നിന്നും പോകുന്നത്. ദേ ആ മുറിയിൽ എല്ലാം തകർന്ന് ഒരുവൾ ഇരിപ്പുണ്ട്. മുന്നോട്ട് അവളുടെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്കിപ്പോൾ ഇത് ചെയ്തേ പറ്റൂ. അവളെ കൂടെ കൂട്ടാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ടോ അവളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. നിങ്ങൾ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കയ്യിൽ അവളുടെ മറുകൈയുണ്ടാകുമായിരുന്നു. പക്ഷേ എന്നെ കെട്ടുമെന്നുണ്ടെങ്കിൽ അവളെ കൊന്നുകളയുമെന്ന് സ്വന്തം ഏട്ടൻ തന്നെ പറയുമ്പോൾ ഞാൻ എന്തു വേണം? ആരുമില്ലാത്ത ഈ അനാഥച്ചക്കനെ അവളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആ സ്നേഹത്തിൻ്റെ വില നന്നായി അറിയുന്നതുകൊണ്ട് തന്നെയാണ്, അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവളെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നത്. നിങ്ങൾ ഉറപ്പിച്ച കല്യാണത്തിന് അവൾ സമ്മതിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളും ഒരു മനുഷ്യനാണ്. അവൾക്കുള്ളിലും ഒരു മനസ്സുണ്ട്. എന്നെ സ്നേഹിക്കരുതെന്ന് നിർബന്ധം പിടിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്യാൻ നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ല. എങ്കിലും അവൾക്കൊരു ജീവിതമുണ്ടാകാൻ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇനി വേറൊരാളെ വിവാഹം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അത് നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവളുമായി എനിക്കിനി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്നെയും അവളെയും കൂട്ടിച്ചേർത്ത് അവളെ ഇനിയും വേദനിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും ഒരുപാട് തകർന്നിട്ടുണ്ടവൾ. ഞാൻ പ്രാർത്ഥിക്കാം എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ആയിരിക്കാൻ. അതുമാത്രമേ എനിക്ക് പറ്റൂ.
അത്രമാത്രം പറഞ്ഞ് ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയിരുന്നു. ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായി. അവന്റെ നിറഞ്ഞ കണ്ണുകളിലായിരുന്നു അവളുടെ അമ്മയുടെയും അമലിന്റെയും നോട്ടം. എന്നാൽ അപ്പോഴും അവരാരും അറിഞ്ഞിരുന്നില്ല മുകളിൽ നിന്നൊരുവൾ ഇതെല്ലാം കേട്ടു നിൽപ്പുണ്ടെന്ന്. അഖിലായിരിക്കും ശിവയോട് അത് പറഞ്ഞത് എന്ന് അവളുടെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അമലിന് അങ്ങനെ പറയാനോ അത്തരത്തിലൊന്ന് ചിന്തിക്കാനോ ആവില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവർ അഖിലിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്നാൽ അമ്മയുടെ ആ നോട്ടം കണ്ടിട്ടും കാണാത്തതുപോലെ അഖിൽ മുഖം തിരിച്ചു കളഞ്ഞു. പിറ്റേന്ന് തന്നെ ശിവ ആ നാട്ടിൽ നിന്നും പോയിരുന്നു. വീട് പൂട്ടിയിറങ്ങുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോഴുമെല്ലാം തിരികെ പോകുവാൻ അവന്റെ മനസ്സ് 1000 വട്ടം അവനോട് പറഞ്ഞു. എങ്കിലും അവൻ അവന്റെ മനസ്സിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവിടെയിരുന്നു. ട്രെയിൻ വന്നപ്പോഴും അതിലേക്ക് കയറാൻ സമ്മതിക്കാതെ അവനെ അവളുടെ മുഖം പിറകിലേക്ക് വലിച്ചു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ ട്രെയിനിലേക്ക് കയറി. ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അങ്ങ് നോർത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. അവളെ മറക്കാൻ അവളിൽ നിന്നും ഒത്തിരി ദൂരേക്ക് പോകുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. കൂട്ടുകാർ ആരോടും പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. അവരോടെല്ലാം അവിടെ സ്ഥലത്തെത്തിയിട്ട് പറയാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ അവരാരും റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നില്ല. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. പുതിയ സ്ഥലവുമായി അവൻ വേഗത്തിൽ പൊരുത്തപ്പെട്ട് വന്നിരുന്നു. അവളെ മറക്കാൻ വേണ്ടിയാണ് ഒത്തിരി ദൂരേക്ക് വന്നതെങ്കിലും അവൻ അതിന് സാധിച്ചതേയില്ല. ഓരോ ദിവസം കഴിയും തോറും അവളുടെ ഓർമ്മകൾ അവനിൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. അവളില്ലാതെ ഒട്ടും വയ്യെന്ന അവസ്ഥ. ഇന്നായിരുന്നു അവളുടെ കല്യാണം. വാട്സാപ്പിൽ പലരുടെയും സ്റ്റാറ്റസ് ഉച്ചയ്ക്ക് തന്നെ കണ്ടിരുന്നു. കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. എങ്കിലും കണ്ണുനീരിൽ കുതിർന്നൊരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു ആ സമയം. അവളുടെ ഫോട്ടോ സൂം ചെയ്തു നോക്കി. കല്യാണ വേഷത്തിൽ അതിസുന്ദരിയാണ്. ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്കിലും ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വേദന അവന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് തൊട്ടരികിൽ നിൽക്കുന്നവനിലേക്കാണ് പിന്നെ അവന്റെ നോട്ടം ചെന്നത്. കാണാൻ സുന്ദരനാണ്. എന്തുകൊണ്ടും അവൾക്ക് ചേരും. താനല്ല, അവനാണ് അവൾക്ക് ചേരുന്നതെന്ന് അവൻ അവന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രി അവൻ ജോലി കഴിഞ്ഞു വന്ന് വെറുതെ ബാൽക്കണിയിൽ ചെന്നിരുന്നു. പുറത്ത് എല്ലായിടത്തും വെളിച്ചമാണ്. കൂട്ടത്തിൽ നല്ല നിലാവുമുണ്ട്. അവളെക്കുറിച്ച് ഓർമ്മ വന്നതും ഫോണെടുത്ത് അവൻ അവന്റെ ഗാലറി ഓപ്പൺ ചെയ്തു. അതിൽ അവൾ അറിയാതെ എടുത്ത അവളുടെ ഫോട്ടോസ് ഒത്തിരി ഉണ്ടായിരുന്നു. അവൻ അതിലൂടെയെല്ലാം കണ്ണും വിരലുകളും ഒരുപോലെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നും രാത്രിയിൽ അവൻ ഇതുപോലെ ചെയ്യും. അതവന് നിർബന്ധമാണ്. അവളെ മറക്കാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. കുറേ നേരം അവളുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി അങ്ങനെയിരുന്നു. പക്ഷേ എന്നത്തെയും പോലെയല്ലല്ലോ ഇന്ന്. ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതയുണ്ടല്ലോ. ഇന്നായിരുന്നല്ലോ അവളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലെ താനെടുത്ത അവളുടെ ഫോട്ടോസിന് ശേഷം അവളുടെ വിവാഹചിത്രം എടുത്തു നോക്കി. കല്യാണവേഷത്തിൽ നിൽക്കുന്ന അവളും അവളുടെ ഭർത്താവും. ഇനി അതാണ് അവളുടെ ജീവിതം. തൻ്റെ ചിന്തയിൽ പോലും അവളിനി ഉണ്ടാകാൻ പാടില്ല. കാരണം അവളിന്ന് മറ്റൊരുത്തൻ്റേതാണ്. അവൻ അവനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അവൻ എല്ലാവരിൽ നിന്നും അകന്നു. നാട്ടിലെ കൂട്ടുകാരെ വിളിക്കാൻ പോലും അവൻ മറന്നു. അപ്പോഴും അവൾ അവനിൽ തെളിഞ്ഞു നിന്നു. അവളുടെ ഓർമ്മകളിൽ ജീവിക്കാൻ അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. 2 വർഷത്തിന് ശേഷമുള്ളൊരു ഞായറാഴ്ച. സമയം വൈകുന്നേരമായിട്ടുണ്ട്. മുറിയിലിരുന്ന് മടുത്തപ്പോൾ പുറത്തേക്കൊന്നിറങ്ങിയതാണ് അവൻ. വീടിന് തൊട്ടടുത്തുള്ള പാർക്കിലേക്കാണ് അവൻ ചെന്നത്. സായാഹ്ന സവാരിയിലാണ് പലരും. കുട്ടികൾ അവരുടെ ലോകത്ത് നിന്നുകൊണ്ട് കുറുമ്പും കുസൃതിയും കളിക്കുന്നുണ്ട്. അതു കണ്ട് ആസ്വദിക്കുന്ന മാതാപിതാക്കൾ. പ്രായത്തെ വരെ തോൽപ്പിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും പരസ്പരം പ്രണയിക്കുന്നവർ. ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് പാർക്കിലേക്കൊന്ന് എത്തി നോക്കാൻ കൂടി നിൽക്കാതെ തിരക്കു പിടിച്ചു പായുന്നവർ. അങ്ങനെ ഒത്തിരി പേർ. അവനും അവർക്കിടയിലൂടെ അങ്ങനെ നടന്നു. പെട്ടെന്നാണ് അവന്റെ കണ്ണുകളിൽ ആ 2 പേർ ഉടക്കിയത്. അതിലെ സ്ത്രീയെ അവന് പരിചയമില്ല. പക്ഷേ ആ ആണൊരുത്തനെ മറക്കാൻ അവനങ്ങനെ പെട്ടെന്നൊന്നും ആവില്ലായിരുന്നു. ഒരു കല്യാണ ഫോട്ടോ അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അതെ, അവൻ തന്നെ. പക്ഷേ അവനൊരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ അവരെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയുണ്ട്. സീമന്തരേഖയിൽ സിന്ദൂരവും. കണ്ടാൽ ഭാര്യയും ഭർത്താവുമാണെന്നേ പറയുകയുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെ പോലെ. അപ്പോൾ അപ്പുവോ? അവൾക്കെന്താ സംഭവിച്ചത്? അവളെ ഇനി ചതിക്കുകയാണോ ഇവൻ? അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ? അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല അവന്. അവൻ വേഗം അവർക്കരികിലേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ.
അവൻ അവർക്ക് പിറകിൽ പോയി നിന്നു വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. ആരാ, എന്തായിരുന്നു? അത് ചോദിച്ചത് അവളെ വിവാഹം കഴിച്ച കിരണായിരുന്നു. ശിവയ്ക്ക് അവൻ്റെ പേരറിയില്ലായിരുന്നു. അത് പാലക്കാടാണോ വീട്? ശിവ ചോദിച്ചു. അതെ, എന്തായിരുന്നു? എന്നെ എങ്ങനെ അറിയാം? കിരൺ ചോദിച്ചു. അത് ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ദേവമംഗലത്തെ. ബാക്കി പറയാതെ ശിവ കിരണിനെയൊന്ന് നോക്കി, പിന്നെ കൂടെയുണ്ടായിരുന്ന ആ പെൺകുട്ടിയെയും. ശിവയത് ചോദിച്ചതും കിരൺ ഒന്ന് ശിവയെ നോക്കി പുഞ്ചിരിച്ചു. ആ, അത് തന്നെ. അവിടെ അടുത്താണോ വീട്? കിരൺ ചോദിച്ചു. ശിവയൊന്ന് മൂളി. ശിവയ്ക്ക് പിന്നീട് എന്ത് ചോദിക്കണമെന്നോ എങ്ങനെ ചോദിക്കണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പുവിനെന്താണ് സംഭവിച്ചത് എന്നറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപർണ, അവളോ? അപ്പോ ആ നാട്ടുകാരനായിട്ടും താനൊന്നും അറിഞ്ഞില്ലേ? കിരൺ ശിവയോട് അത് ചോദിക്കുമ്പോൾ ശിവയൊന്ന് ഞെട്ടിയിരുന്നു. അപ്പോൾ അപ്പുവിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അത്? ശിവയുടെ ഹൃദയമിടിപ്പ് കൂടി. ഇല്ല, നാട്ടിൽ എനിക്ക് പറയാൻ മാത്രം ബന്ധുക്കളൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് ജോലിത്തിരക്കും മറ്റും ആയതുകൊണ്ട് നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയാറില്ല, ശിവ പറഞ്ഞു. ആ, അതുകൊണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞു എന്നുള്ളത് നേരാ, പക്ഷേ അത് മുൻപോട്ട് പോയില്ല. ആദ്യത്തെ 2 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അപർണ നോർമൽ അല്ലെന്ന്. 2 ആഴ്ച ആകുമ്പോഴേക്കും ആള് കംപ്ലീറ്റ്ലി അബ്നോർമലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നെന്നും അത് നടക്കാതെ പോയതുകൊണ്ടാണ് ആളെ മൈൻഡ് കൈവിട്ടു പോയതെന്നുമൊക്കെ. അവൾ സ്നേഹിച്ചവനാണെങ്കിലോ കണ്ണിൽ ചോരയില്ലാത്തൊരുത്തൻ. ഇത്രമാത്രം അവൾ തകർന്നു പോകണമെങ്കിൽ അവൾ എന്തുമാത്രം അവനെ സ്നേഹിച്ചു കാണും. ഞങ്ങളുടെ കല്യാണത്തിനു മുൻപേ നാടുവിട്ടു പോയതാ അവൻ. ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എനിക്ക് അവളെ ഒഴിവാക്കണമെന്നില്ലായിരുന്നു. അതുപോലെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ആരെങ്കിലും ഒഴിവാക്കുമോ? പക്ഷെ അവൾ സ്നേഹിച്ചത് എന്നെയല്ലല്ലോ. ആ, അവന് ഭാഗ്യമില്ല, അത്ര തന്നെ. കല്യാണം കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നല്ല പ്രഷറുണ്ടായിരുന്നു. ആള് അത്യാവശ്യം വയലൻ്റ് ആകാനും തുടങ്ങിയിരുന്നു. പിന്നെ മറ്റൊരാളെ സ്നേഹിച്ചവളല്ലേ. എൻ്റെ വീട്ടുകാർക്കും എന്തോ ഒരു ഇഷ്ടക്കേടായി. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തോടെ ആ ബന്ധം അങ്ങ് പിരിഞ്ഞു. ഇതെൻ്റെ കസിനാണ്. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇവളെ അങ്ങ് കൂടെ കൂട്ടി. കിരൺ പറയുന്നത് കേൾക്കുമ്പോൾ ശിവയാകെ തകർന്നു പോകുന്നുണ്ടായിരുന്നു. താൻ കാരണം വീണ്ടും അവന് സങ്കടം ഒരു കരച്ചിലായി തൊണ്ടക്കുഴിയോളം വന്നെത്തി നിന്നു. ഇത് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് കേട്ടു. പാവം, എത്രയായാലും ഞാൻ ആദ്യമായി കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച കുട്ടിയല്ലേ. കിരൺ അങ്ങനെ പറയുമ്പോഴും അവൻ തൻ്റെ ഭാര്യയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. അവൻ പറയുന്നത് കേട്ട് ശിവയാകെ തളർന്നു പോയി. തൻ്റെ പേരെന്തായിരുന്നു? കിരൺ ശിവയെ തന്നെയൊന്ന് നോക്കി. അതിന് ശിവയൊന്നും പറഞ്ഞില്ല. അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ മനസ്സപ്പോൾ അവൻ്റെ കയ്യിലല്ലായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ഒന്നും പറയാതെ നടന്നു പോകുന്ന ശിവയെ കിരണും അവൻ്റെ ഭാര്യയും ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു. ശിവയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കാര്യമില്ലെന്നറിഞ്ഞിട്ടും സ്വയം കുറെ ശപിച്ചു. വെറുതെ അവളുടെ ഫോട്ടോ നോക്കി ഇരിക്കുകയല്ലാതെ അവൾക്ക് സുഖമാണോ സന്തോഷമാണോ എന്ന് ഒരിക്കൽ പോലും തിരക്കാതിരുന്നതിൽ അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. കിട്ടിയ സാധനങ്ങളെല്ലാം ബാഗിലാക്കി മുറി പൂട്ടിയിറങ്ങി. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ അവൻ്റെ നാട്ടിൽ ട്രെയിൻ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ദേവമംഗലം തറവാട്ടിലേക്ക് തിരിച്ചു. ആ തറവാട്ട് മുറ്റത്ത് വന്ന് ഓട്ടോ വന്നിറങ്ങുമ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം അവൻ ഓർമ്മ വന്നു. അന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാകുമെന്ന്. ഒരു ഭ്രാന്തിയായി അവളെ കാണേണ്ടി വരുമെന്നും ഒരിക്കലും കരുതിയിരുന്നില്ല. ഓട്ടോയുടെ ശബ്ദം കേട്ട് ഓരോരുത്തരായി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. വീട്ടിൽ ആ സമയം അഖിലുണ്ടായിരുന്നു. അമൽ പുറത്തെങ്ങോ പോയതാണ്. ഉമ്മറത്തേക്ക് വന്ന അഖിൽ ശിവയെ കണ്ടൊന്ന് ഞെട്ടി. അവന് ശിവയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അകത്തേക്കിരിക്കാം. അഖിൽ ശിവയുടെ മുഖത്തേക്ക് നോക്കാതെ അത് പറയുമ്പോൾ ശിവയുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. തന്നെ കെട്ടുന്നതിലും നല്ലത് പെങ്ങളെ കൊല്ലുന്നതാണെന്ന് പറഞ്ഞവനാണ്. എന്നിട്ടിപ്പോ എന്തായി? അനിയത്തിക്ക് ഭ്രാന്തായപ്പോൾ അവന് ആരെയും കൊല്ലണ്ട. ശിവയൊന്നും പറഞ്ഞില്ല. അവൻ ആ ഉമ്മറത്ത് അല്പസമയം അങ്ങനെ നിന്നു. എനിക്ക് അവളെയൊന്ന് കാണണം. 2 നിമിഷത്തിന് ശേഷം ശിവ പറഞ്ഞു. അപ്പോഴാണ് അപർണയുടെ അമ്മ അവിടേക്ക് വന്നത്. ഒരു നോട്ടം കൊണ്ട് തന്നെ അവർ ശിവയെ തിരിച്ചറിഞ്ഞു. അവരിൽ നിന്നും ഒരു തേങ്ങലുയർന്നു. ശിവ അവരെ തന്നെയൊന്ന് നോക്കി. എപ്പോഴും കരച്ചിലായിട്ടായിരിക്കാം അവരുടെ കൺപോളകൾ വീങ്ങിക്കിടക്കുന്നുണ്ട്.
കണ്ണിനു ചുറ്റും കറുപ്പും പടർന്നു കിടക്കുന്നു. അപ്പോഴേക്കും ശിവ വന്നതറിഞ്ഞ് അമലും അങ്ങോട്ടെത്തി. അമലിനെ കണ്ടതും അവനെ നോക്കി ശിവയൊന്ന് പുഞ്ചിരിച്ചു. അമലിൻ്റെ മനസ്സെന്തെന്ന് ശിവയ്ക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. അവളെ കണ്ടോ? അമൽ ചോദിച്ചു. ഇല്ല, ഞാൻ ഇന്നലെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്, ശിവ പറഞ്ഞു. അമലൊന്ന് മൂളി. വാ, അവളുടെ മുറിയിൽ തന്നെയാണ്. അമൽ അതും പറഞ്ഞ് മുൻപോട്ട് നടന്നു. ശിവ അവളുടെ അമ്മയെ ഒന്ന് നോക്കി. അവർ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി തലയാട്ടി. വേറെ ആരെയും നോക്കാൻ അവന് തോന്നിയില്ല. അവളുടെ അച്ഛനടക്കം മുതിർന്ന ആണുങ്ങളാരും അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയം. പിന്നെയുള്ളത് സ്ത്രീകളാണ്. അമലിൻ്റെ പിന്നാലെ ശിവ മുകളിലേക്ക് നടന്നു. അവളുടെ മുറിക്ക് മുൻപിലെത്തിയതും ശിവയൊന്ന് നിന്നു. ആദ്യമായും അവസാനമായും ഇവിടെ വന്നത് അന്നാണ്. അന്ന് അവളോട് പറഞ്ഞ വാക്കുകൾ തനിക്ക് പോലും വേദനയുണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അവൾ എങ്ങനെ അതു സഹിച്ചു കാണും? താൻ അങ്ങനെയൊക്കെ പറഞ്ഞ മെൻ്റൽ ഷോക്ക് കൊണ്ടായിരിക്കുമോ അവൾ ഇങ്ങനെയായത്? ശിവയ്ക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അപ്പോഴേക്കും അമൽ അവളുടെ മുറിയുടെ വാതിൽ തുറന്നിരുന്നു. വാതിൽ തുറന്നതും ഇരുട്ട് മൂടിക്കിടന്ന ആ മുറിയിലേക്ക് പതിയെ വെളിച്ചം അരിച്ചിറങ്ങി. കണ്ണിൽ വെളിച്ചം തട്ടിയതും അത് ഇഷ്ടമാകാത്തതുപോലെ അവൾ ഒന്നുകൂടി മടിയിലേക്ക് മുഖം അമർത്തി. അപ്പൂ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ, അമൽ അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. അതുകേട്ട് അവൾ ഒന്നുകൂടി മുഖം അമർത്തി വെച്ചു. ശിവ അവളെ തന്നെ നോക്കുകയായിരുന്നു ആ സമയം. മുടിയാകെ പാറിപ്പറന്ന് മുഖമാകെ കരുവാളിച്ച് അവളാകെ വല്ലാതായിട്ടുണ്ടായിരുന്നു. അതു കണ്ടവൻ്റെ നെഞ്ചു കലങ്ങി. അവൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്നു. ഇപ്പോൾ ഇങ്ങനെയാ, ആരോടും ഒന്നും മിണ്ടില്ല, എപ്പോഴും ഇങ്ങനെ ഈ മുറിയിൽ അടച്ചിരിക്കും. ചില സമയങ്ങളിൽ വല്ലാതെ വയലൻ്റ് ആവും. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്താണോ അതുപയോഗിച്ച് കാണുന്നവരെയൊക്കെയും ഉപദ്രവിക്കും. അമൽ പറയുമ്പോൾ ശിവ അപർണയെ വേദനയോടെയൊന്ന് നോക്കി. അപ്പൂ, ശിവ അവളെ വിളിച്ചു നോക്കി. അവൾ ആ വിളി കേട്ടതുപോലുമില്ല. അപ്പൂ, ഇതാരാ വന്നതെന്ന് നോക്കിയേ, നിന്റെ ജിത്തേട്ടനാ. അത് പറയുമ്പോൾ ശിവയുടെ സ്വരവും ഒന്ന് വിറച്ചിരുന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ അപ്പൂ? അവളുടെ മുഖം പതിയെ പിടിച്ചുയർത്തിക്കൊണ്ട് ശിവ ചോദിച്ചു. ഒരു നിമിഷം അവളുടെ നോട്ടം അവൻ്റെ കണ്ണിൽ തറഞ്ഞു നിന്നു. ശിവയും അവളുടെ കണ്ണിലേക്ക് തന്നെ ഒന്ന് നോക്കി. വർഷങ്ങൾക്കിപ്പുറം അവളുടെ കണ്ണിൽ എന്തോ ഒന്ന് മിന്നിമാഞ്ഞതുപോലെ അമലിന് തോന്നി. അമൽ പ്രതീക്ഷയോടെ ശിവയെ നോക്കുമ്പോൾ അതിനർത്ഥം മനസ്സിലായതുപോലെ ശിവയുടെ കണ്ണുകളും ഒന്ന് വിടർന്നു. അപ്പൂ, ശിവ വീണ്ടും പ്രതീക്ഷയോടെ അവളെ വിളിച്ചു. അവൾ ശിവയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവൻ്റെ മുഖമാകെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. പിന്നെ പതിയെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അങ്ങനെയൊന്ന് അമൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അമൽ ഏറെ കൗതുകത്തോടെ അവളെ നോക്കി. ശിവയുടെ നെഞ്ചിൽ ചാരിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് അവർ രണ്ടുപേർക്കും അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും സാരമില്ല, അവളെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് ശിവയ്ക്കുണ്ടായിരുന്നു. ശിവ അവളെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. അവൻ അനാഥനായി ജീവിച്ചതുപോലെ അവളുടെ ലോകവും ഇപ്പോൾ ശൂന്യമാണ്. ആ ശൂന്യതയിലേക്കാണ് അവനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പുവിനെ പഴയ അപ്പുവായി തിരിച്ചു കൊണ്ടുവരാൻ തനിക്ക് മാത്രമേ ആവുകയുള്ളൂ എന്ന് ശിവയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ശിവയ്ക്ക് മാത്രമല്ല, അമലിനും. എല്ലാം തികഞ്ഞ അപ്പുവിനെ ശിവയ്ക്ക് കൊടുക്കുവാൻ മാത്രമേ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഭ്രാന്തിയായ അപ്പുവിനെ ശിവയ്ക്ക് കൊടുക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഭ്രാന്തിയാണെങ്കിലും അല്ലെങ്കിലും ശിവയ്ക്ക് അവൾ പഴയ അപർണ തന്നെയായിരുന്നു. തന്നെ നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്തിയായ അപ്പുവിനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ശിവ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആ സമയം. അവൻ്റെ കൈകൾ ഒന്നുകൂടി അവളെ വലയം ചെയ്തു. നിറഞ്ഞ കണ്ണുകളോടെ പതിയെ ശിവ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർക്കുമ്പോൾ അമലിൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു. ശിവയ്ക്കരികിൽ ഒരു കിളിക്കുഞ്ഞിനെപ്പോലെ പതുങ്ങിയിരിക്കുന്ന അപ്പുവിനെ കണ്ട് അമൽ കുറ്റബോധത്തോടെയും അതിലുപരി ഹൃദയം നിറഞ്ഞ നന്ദിയോടെയും ശിവയെ ഒന്ന് നോക്കി. അവളുടെ പ്രണയം ശിവയും ശിവയുടെ പ്രണയം അവളുമാകുമ്പോൾ അവൾക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാനാവും? ആ പഴയ അപ്പുവായി അവൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഇന്ന് ദേവമംഗലം തറവാട്. അവൾ തിരിച്ചു വരട്ടെ. അവൾ ആഗ്രഹിച്ചതുപോലെ ശിവയുടേതാകാൻ അവൾ തിരിച്ചു വരട്ടെ.